ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പണിയൊക്കെ ഒതുക്കിയിട്ട് വന്ന് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുവാണ് കേട്ടോ. ചേട്ടാ ആ സമയത്ത് കടയ്ക്ക് പോകാൻ ഒരുങ്ങുവാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം സമയം കിട്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം മേടിച്ചുകൊണ്ട് വരുന്നതാണേ. അപ്പോൾ കാപ്പിക്കുള്ളത് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ, പച്ചക്കറി എല്ലാം മേടിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചാണ് എഴുതുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ പകുതി സാധനങ്ങളും മേടിക്കാൻ ഞാൻ എഴുതാൻ മറന്നു പോകും കേട്ടോ. പിന്നെ ചേട്ടായി വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്നെ വഴക്ക് പറയുന്നത് ഞാൻ എല്ലാം ഓർത്തോർത്ത് എഴുതുകയാണ്. എന്നും എനിക്കിങ്ങനെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. പകുതി സാധനം എഴുതുകയില്ല. പിന്നെ ഞാൻ ഇല്ലാത്ത എന്നാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് എഴുതുന്നത്. ചേട്ടാ പറഞ്ഞ എല്ലാം ഓർത്ത് എഴുതിക്കും, അല്ലെങ്കിൽ ഇനി ഞാൻ പോകുമായിരുന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് പിന്നെ ഞാൻ ആലോചിച്ചെല്ലാം എഴുതി കേട്ടോ. പിന്നെ ചേട്ടായി പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമായിരുന്നേ. ഞാൻ പിന്നെ പെട്ടെന്ന് ലിസ്റ്റൊക്കെ എഴുത്തിന് കൊടുത്തു, അല്ലെങ്കിൽ ലിസ്റ്റും അവിടെ വെച്ചിട്ട് പിന്നെ മേടിക്കാതെ അങ്ങ് ഇറങ്ങിപ്പോകും കേട്ടോ. പിന്നെ ഞാൻ ചേട്ടായി പോയതിന് ശേഷം മുറ്റത്തോട്ട് ചാടിയേ ചെടിയെല്ലാം നനച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം നന്നായിട്ട് പൂവൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്കത് ചെടി നനയ്ക്കാനൊരു ഉത്സാഹമുണ്ട് കേട്ടോ. പിന്നെ 2 ഹാങ്ങിങ്സ് ഉണ്ട്, അത് റീപ്ലാന്റ് ചെയ്യാൻ ഉണങ്ങി കഴിഞ്ഞൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ രാവിലെ തന്നെ കുഞ്ഞിൻ്റെ തുണിയും നാപ്പീസ് എല്ലാം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ഇന്നത്തെ പ്രധാന പണി. കാരണം വെച്ചാൽ എല്ലാം അലക്കാൻ കിടക്കുമായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാനത് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പകൽ എന്താ കെട്ടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പാമ്പേഴ്സ് അങ്ങനെ അധികം കെട്ടിക്കാറില്ല കേട്ടോ ഞാൻ പകലൊന്നും, പുള്ളുകയല്ലോ. പിന്നെ രാവിലെ തന്നെ തിണ്ണയെല്ലാം അടിച്ചു വാരി തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ ബലൂണെല്ലാം അകത്തെ മുറിയിൽ കൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേ. പിന്നെ രാവിലെ തന്നെ കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിളച്ചോന്ന് ഞാൻ പൊങ്ങി നോക്കിയപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം വെള്ളമില്ലെന്നെങ്കിൽ അടി പിടിക്കുവേ. പിന്നെ ഞാൻ കുഞ്ഞിന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചു. പിന്നെ എനിക്ക് രാവിലെ തന്നെ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇച്ചിരിയേറെ വെള്ളം കുടിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കഞ്ഞി വറുക്കലാട്ടോ. എനിക്ക് കഞ്ഞി വറുക്കാൻ വലിയ വശമൊന്നുമില്ലെങ്കിലും ഞാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതൊക്കെ ചെയ്യും. അപ്പം ജസ്റ്റ് ഒന്ന് എൻ്റെ കൈ ഇച്ചിരി കഞ്ഞിയോളം വീണ് ശക്കല ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നേ. കാര്യമായിട്ടൊന്നും പൊള്ളിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വീണതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ കൈ വലിച്ചു. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുടിക്കാൻ വെള്ളം തിളപ്പിക്കലാട്ടോ. പിന്നെ ഞാനിന്ന് ഉലുവ തിളപ്പിക്കുന്നത്. കാരണം ചില ദിവസമൊക്കെ ഞാൻ കഷായ ചൂർണം, പിന്നെ അല്ലെങ്കിൽ തുളസി വെള്ളം, അല്ലെങ്കിൽ ജീരക വെള്ളം, അങ്ങനെ പല ദിവസം പല വെള്ളമാണ് തിളപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് ഉലുവ വെള്ളത്തിൻ്റെ ചുവ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉലുവ വെള്ളം തിളപ്പിക്കാമെന്ന് വെച്ചു. ഉലുവ ഇട്ട് കൊടുത്തു, പാത്രം അടച്ചു വെച്ചു കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കലാണ് കേട്ടോ. പിന്നെ അത് വെച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് പിന്നെ തണുപ്പിക്കാൻ വെക്കലാട്ടോ ഏറ്റവും വലിയ പരിപാടി. നല്ല ചെറു ചൂടിലാണ് ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ പാലെടുക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ തന്നെ ചേട്ടായി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് കഴുകി തന്നെ. ഇറച്ചി ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പോൾ ഇതിന് ബാക്കി പരിപാടി എന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കലാണ് കേട്ടോ. പാല്, വള്ളിപ്പയർ, മുളക് പൊടി, ചായപ്പൊടി, ബീൻസ്, വേറെ ഓയിൽ, പച്ചമുളക്, പിന്നെ മീറ്റ് മസാല, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇനി അതാത് സാധനങ്ങൾ എടുത്ത് വെച്ചു. അതിന് ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചപ്പാത്തി ചൂടലാണ് കേട്ടോ. ഓയിൽ നന്നായിട്ട് ബ്രഷ് കൊണ്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പാനിൻ്റെ. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോൾ കല്ല് പോലെ ഇരിക്കും. എനിക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇഷ്ടമേ. കാരണം വെച്ചാൽ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുകയാണ് പതിവേ. ഇന്ന് കടയിൽ നിന്ന് പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിച്ച് ചൂടുന്നത്. കാരണം സമയം പോയിട്ടുണ്ടായിരുന്നു രാവിലെ. ഒത്തിരി താമസിച്ചാണ് എഴുന്നേറ്റത്. പിന്നെ അല്ലാതെ ഉണ്ടാക്കി വരുമ്പോൾ സമയം പോയതുകൊണ്ട് പിന്നെ ഇന്ന് പാക്കറ്റ് ചപ്പാത്തി മേടിച്ചു. പിന്നെ ഞാൻ ചപ്പാത്തിയുടെ മുകളിൽ എണ്ണ നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, തേച്ച് ബ്രഷും കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി കല്ല് പോലെ ഇരിക്കും കേട്ടോ. എനിക്ക് നല്ല മയത്തിൽ ചൂടുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ തന്നെ ഇന്ന് ചേട്ടാ എനിക്ക് ഇറച്ചിയൊക്കെ കഴുകി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ചപ്പാത്തിയെല്ലാം ചുട്ട് മാറ്റി വെച്ചു. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ചായ തിളപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ തന്നെ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പാലിലോട്ട് പാലങ്ങ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് തിളപ്പിക്കലാണ്, കാരണം പ്ലസ് ചായ കൂടി ഇട്ട് കുടിക്കാമെന്ന് വെച്ചു രാവിലെ തന്നെ. പിന്നെ ചപ്പാത്തി ഞാൻ അടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ പണികളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു പണി തന്നെയല്ലല്ലോ, പല പണികൾ ചെയ്താലേ പണി തീരുള്ളൂ. അപ്പോൾ തന്നെ പിന്നെ ഓയിലില്ലായിരുന്നു കേട്ടോ. ഓയിൽ പിന്നെ ഞാൻ ടിന്നിലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കറിക്കെടുക്കാൻ ഓയിൽ പാത്രത്തിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഓയിലങ്ങ് ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തി ഞാൻ അടച്ചെടുത്ത് മറ്റേ ടേബിളെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. ഇടയ്ക്കൊക്കെ ഞാൻ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ പിന്നെ പാല് തിളപ്പിക്കാൻ ഞാൻ പിന്നെ സ്റ്റവിലോട്ട് വെച്ചു കേട്ടോ.
പിന്നെ അവിടെ എല്ലാം ചെളിയും പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പെരയ്ക്കകമൊന്ന് തൂത്ത് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ ഞാനൊന്ന് തുടച്ചും കൂടി ഇട്ടുന്നുണ്ട് കേട്ടോ. കാരണം കുഞ്ഞിന് എപ്പോഴും അടുക്കളയിലാട്ടോ, അതിലെല്ലാം വലിഞ്ഞ് വരും. പിന്നെ കുളിപ്പിച്ചതായതുകൊണ്ട് പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ദേഹത്ത് മുഴുവൻ ചെളി പറ്റിച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അടുക്കള ഞാൻ തുടച്ചിടും കേട്ടോ. എപ്പോഴും അടുക്കളയിലാണ് അവൻ്റെ കളിയെ. അടുക്കളയെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ വിറകുണ്ട്, വിറക് വലിച്ചെടുക്കലോ എന്നൊക്കെ പരിപാടിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പത്തേനും പിടിച്ചുകൊണ്ട് പോകാത്തോട്ട് കേട്ടോ. പിന്നെ ഞാൻ പാലൊക്കെ അപ്പത്തേനും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വെച്ച് പിന്നെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിടുന്നുണ്ട്. സോപ്പിട്ട് രാവിലെ കഴുകിയിട്ട് ലോഷൻ ഒഴിച്ച് തുടച്ചിട്ടതാണ്, പക്ഷേ ഒന്നുകൂടെ ഞാൻ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി ഇങ്ങനെ കറി വെക്കലാട്ടോ. സ്റ്റൗ കത്തിച്ചു, കുക്കർ വെച്ച്. ഇന്ന് കുക്കറിലാണ് ഇറച്ചി കറി വെക്കുന്നത്, കാരണം എല്ലാ ദിവസവും ചട്ടിയിലാണ്. പക്ഷെ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ കുക്കറിനകത്ത് തന്നെയാണ് വെക്കുന്നത്. പിന്നെ അപ്പോൾ തന്നെ എനിക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ചേട്ടൻ എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനതെല്ലാം കടുകെല്ലാം പൊടിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റിലാണ് അടുത്ത പരിപാടിയെ. കാരണം പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും വഴന്ന് വരാൻ. കാരണം കുക്കറിലും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും വഴന്ന് വരാനേ. സമയത്ത് പിന്നെ ആദ്യം ഞാൻ സവോളയും പച്ചമുളകൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം ബാക്കി വന്നിരുന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ തടൂടെ ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പത്തേന് ഏകദേശം ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. ഇറച്ചിക്കറിക്ക് ഞങ്ങൾക്ക് തേങ്ങാക്കൊത്ത് മസ്റ്റാണ്, എല്ലാ പ്രാവശ്യം ഇടുന്നതാണ് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം അടുത്ത വരി മസാല ചേർക്കലാണ്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 3-4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഞാൻ ട്രൈയോടുകൂടി അങ്ങ് തട്ടിയേ, കാരണം അത്യാവശ്യം എരിവ് വേണമല്ലോ. പിന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നു. മീറ്റ് മസാല ഒരു 10ൻ്റെ ഒരു പാക്കറ്റ് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പം എനിക്ക് എളുപ്പമുണ്ട് എടുക്കാൻ. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് നല്ലതായിട്ട് മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കാണുകയില്ല. പിന്നെ ഇറച്ചി ഇട്ടു, നല്ലതായിട്ട് ഇനി ഇളക്കി കൊടുക്കലാണ് അടുത്ത പരിപാടിയെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ചു കേട്ടോ. പിന്നെ ഇറച്ചിക്കറി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അതിനുശേഷം പിന്നെ ചപ്പാത്തി വിളമ്പി കഴിക്കലാണ് അടുത്ത പരിപാടി. ചായ എടുത്തിട്ടുണ്ടായിരുന്നു, പാൽ ചായ. പിന്നെ കറി എടുത്തിട്ടുണ്ട്, സവോള അരിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായാണ് അരിഞ്ഞ് വെച്ചത്. പിന്നെ കഴിക്കലാണ് അടുത്ത പരിപാടി. കാരണം വെച്ചാൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം റെഡിയായി വന്നപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ആ സമയത്ത് എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പണി പെട്ടെന്ന് തീർക്കാൻ പറ്റി, അല്ലെങ്കിൽ പുറകെ വന്നൊന്ന് കാറും കേട്ടോ. എടുക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും കാർച്ചും ബഹളമാണ്. കാരണം എനിക്ക് എടുക്കാനൊന്നും ഒരു മടിയില്ല, കാരണം പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെയും കൂടെ വെച്ചുകൊണ്ട് ചെയ്യാനും ഇച്ചിരി ബുദ്ധിമുട്ടാണേ. അതുകൊണ്ടല്ല, അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അവനെ എടുത്തുകൊണ്ട് നടക്കൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. പിന്നെ നന്നായിട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിശന്ന് പോയായിരുന്നു, നല്ല ചൂടുമായിരുന്നു കേട്ടോ. ഞാൻ ആ ബ്ലാക്ക് ഡ്രസ്സ് കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ട് വേർത്തൊഴുകുന്നുണ്ടായിരുന്നേ. ഇപ്പം തന്നെ അല്ലേ തന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ മേലാത്ത ചൂടാണ്. എപ്പോൾ കുളിച്ചാലും വേർത്തൊഴുകുന്ന ഒരു രീതിയിലുള്ള ചൂടാണ് കേട്ടോ. പിന്നെ അടിപൊളിയായിരുന്നു കറി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ സവോളയും കൂട്ടിയൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇന്നത്തെ കറിക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം, ബൈ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കേ.